ശബരിമല വിഷയത്തിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാനാണ് എനിക്ക് താല്പര്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ലെഫ്റ്റ് ആണോ അല്ല, റൈറ്റ് ആണോ അല്ല, ഹിന്ദു ആണോ അല്ല, മുസ്ലിം ആണോ അല്ല, ക്രിസ്ത്യാനിയാണോ അല്ല, ആണാണോ പെണ്ണാണോ, ഇതൊക്കെ ആകെ കൺഫ്യൂഷൻ ഉള്ളതാണ്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ അഭിപ്രായം പറയുകയും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുകയും ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറുമാണ് ഞാൻ. അതേസമയം താഴമൺ കുടുംബവുമായി, തന്ത്രി കുടുംബവുമായി വലിയ ബന്ധമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ്. 2018 മുതൽ, അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വറിന് ശബരിമലയുമായി വലിയ ബന്ധമുണ്ട്. അവിടെ വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായിട്ട് ബന്ധമുണ്ട്. പ്രസിഡന്റുമാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം ചാനലുകളിൽ വന്ന് വാസു സാർ, വാസു അണ്ണൻ, വാസു ചേട്ടൻ എന്നാണ് പറയുന്നത്. അത് ബഹുമാനം കൊണ്ടല്ല, എങ്കിൽ പിന്നെ വേറെ ഉള്ളവരുടെ കാര്യത്തിൽ അത് പറയാറില്ല. അതുപോലെ തന്നെ പത്മകുമാർ സാർ എന്നാണ് പറയുന്നത്. വിനു ഒക്കെ ചോദിക്കുകയും ചെയ്തു ഏഷ്യാനെറ്റിൽ, അങ്ങനെയാണെങ്കിൽ ഇത്തിക്കര പക്കിയും കായംകുളം കൊച്ചുണ്ണിയൊക്കെ സാർ എന്ന് വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പിൻവലിച്ചില്ല. അപ്പോൾ അതുപോലെ തന്നെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന സമയത്ത് സർക്കാർ സ്ത്രീകളെ കയറ്റാൻ നിൽക്കുമ്പോൾ സ്ത്രീകളെ കയറ്റണ്ട എന്നുള്ള സമരം ചെയ്തതിന് ഇദ്ദേഹത്തിന്റെ അമ്മൂമ്മ ദേവകി അമ്മയ്ക്കും കൂടെ ബസ് ഫെയറോ എന്തൊക്കെ പൈസയൊക്കെ കൊടുത്തത് പത്മകുമാറാണ്. അപ്പൊ പത്മകുമാറുമായിട്ട് വലിയ ആത്മബന്ധമുണ്ടെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതല്ല വിഷയം. രാഹുൽ ഈശ്വർ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ്വാരപാലക വിഗ്രഹം എന്ന് പറയുന്നത് സ്വർണമല്ല, ചെമ്പല്ല, പിത്തളയല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എങ്ങനെ രാഹുൽ ഈശ്വറിന് ഇതറിയാം? അതുപോലെ തന്നെ ഈ സ്വർണം പൂശിയന്റെ കണക്കുകളൊക്കെ വളരെ കൃത്യം നമ്മുടെ വരാത്ത കണക്കുകളും പിന്നെ പബ്ലിക് സ്പിയറിൽ ഇല്ലാത്ത കണക്കുകളൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി SIT ചോദ്യം ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. കാരണം അദ്ദേഹത്തിനെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയും ബ്രെയിൻ മാപ്പിങ്ങിനൊക്കെ വിധേയമാക്കിയാൽ ഒരുപാട് കഥകൾ കിട്ടും. ശബരിമലയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ SITയുടെ റഡാറിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. റഡാറിലേക്ക് വന്നു കഴിഞ്ഞാൽ SIT അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ചില ചാനലുകളിൽ ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ്. ആ പ്രസ്താവനകളുടെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലുമൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ പ്രസ്താവനകളുടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ തന്ത്രി കുടുംബം വഴിയും ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റുമാർ വഴിയും അംഗങ്ങൾ വഴിയും അവിടെ ഉണ്ടാക്കിയെടുത്ത റാപ്പോ വഴിയും കൃത്യമായി രാഹുൽ ഈശ്വരൻ അറിയാൻ കഴിയും എന്നുള്ളതാണ് നാം എത്തിച്ചേരേണ്ട ഒരു നിഗമനം. അങ്ങനെ നമ്മൾ നിരീക്ഷണവും നിഗമനവും എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതാണ്. അതിനകത്ത് വേറെ ഒരു തർക്കവുമില്ല. രാഹുൽ ഈശ്വറിനെ മാപ്പുസാക്ഷിയാക്കിയാൽ മതി. കാരണം മോഷണത്തിൽ അദ്ദേഹത്തിന് പങ്ക് കാണത്തില്ല. സ്വർണത്തിന്റെ പങ്കുണ്ടോ എന്നതും ചർച്ച ചെയ്യണം, അതും കണ്ടെത്തണം. അത് കാണാനുള്ള സാധ്യത നമ്മൾ ആരോപിക്കുന്നില്ല. പക്ഷെ ശബരിമലയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യം കാര്യങ്ങൾ അറിയാമെന്നുള്ള ആളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം സ്ഥിരമായി അവിടെ സന്ദർശനം നടത്തുന്ന ആളാണ്. ശബരിമല സംരക്ഷണ സമിതിയുമായി ബന്ധമുള്ള ആളാണ്. ശബരിമല തന്ത്രി കുടുംബവുമായി ബന്ധമുള്ള ആളാണ്. എങ്ങനെ നോക്കിയാലും രാഹുൽ ഈശ്വറിനെ സംശയിക്കേണ്ടുന്ന നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ അവിടെ നടന്നത് അറിഞ്ഞിട്ട് ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ച് ഇതൊരു വിഷയമായി വന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പുറത്തു വരുന്നതിന് പകരം ഈ വിഷയങ്ങൾ അറിഞ്ഞില്ലയോ, ദ്വാരപാലക വിഗ്രഹം എടുത്തു മാറ്റിയതും അവിടുത്തെ കട്ടള എടുത്തു മാറ്റുന്നതും അവിടുത്തെ പടിയെടുത്തു മാറ്റുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആരും രാഹുൽ ഈശ്വരനോട് പറഞ്ഞില്ലയോ, രാഹുൽ ഈശ്വർ ഇത് അറിഞ്ഞില്ലയോ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെ കൃത്യമായി SIT ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പൊ തെളിഞ്ഞു വരുന്നത്. രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യേണ്ടതാണ്. ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിനെ മാപ്പുസാക്ഷിയാക്കാൻ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു സാക്ഷിയാക്കി മാറ്റാൻ പറ്റും. ഇതിലേക്ക് പോകുമ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് സ്വർണം കൂടെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിവരങ്ങൾ അദ്ദേഹം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ കഥ മാറി കാരണം ഇതൊരു നാടകം പോലെയാണ് ശബരിമലയിലെ വിഷയങ്ങൾ. ഇത് മാറി പോവുകയാണ്. ആദ്യം കുറെ ഉദ്യോഗസ്ഥരിൽ നിന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് കയറി, ഇപ്പൊ ഇതാ സെലിബ്രിറ്റികളിലേക്ക് കയറുന്നു, സിനിമാ നടന്മാരിലേക്ക് കയറുന്നു, സിനിമാ ഗായകരിലേക്ക് കയറുന്നു, അടുത്ത് ആക്ടിവിസ്റ്റുകളിലേക്കും കൂടി ഇത് കയറി തുടങ്ങി. ഇനി പോലീസ് ഓഫീസർമാരിൽ ഇത് കയറാനുണ്ട്. പോലീസ് ഓഫീസർമാരിൽ ഇത് കയറും, ഉറപ്പാണ്. കാരണം അത്തരത്തിലുള്ള വിപുലമായ ഒരു ശൃംഖലയിലൂടെ മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലാതെ ഒരാൾ രണ്ടാൾ പോയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ആരറിഞ്ഞാലും പുറത്ത് പറയാതിരിക്കണം. അങ്ങനെ പുറത്ത് പറയാതിരിക്കണമെങ്കിൽ അവർക്കെല്ലാം ഇതിനകത്തൊരു നെക്സസും പങ്കാളിത്തം ഉണ്ടാകണം. ഒന്നുകിൽ വേണ്ടപ്പെട്ടവർ ചെയ്തത് കൊണ്ട് ഞങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. ഒന്നുകിൽ വേണ്ടപ്പെട്ടത് കിട്ടി, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ചെയ്തത് കൊണ്ട്. ഇത് ഏതോ ഒരു വേണ്ടപ്പെട്ട എന്നൊരു വാക്ക് ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറൊക്കെ ഇത്രയും കാലം
ഇതൊന്നും പറയുകയോ അറിയുകയോ ചെയ്യാതെ സമൂഹത്തോടൊന്നും മിണ്ടാതിരുന്നത്. ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചില സംശയങ്ങൾ പറഞ്ഞു. അതിൽ ഉണ്ണികൃഷ്ണന് ചില സംശയങ്ങൾ തോന്നി. ആ സംശയത്തിന്റെ ഭാഗമായി പിടിച്ചു വരുമ്പോഴാണ് രാഹുൽ ഈശ്വറൊക്കെ പുറത്തു വന്ന് ഇങ്ങനെ വലിയ വർത്താനം പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് മീൻസ് പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം ആദ്യം ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൽ നിന്ന് പിന്നെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിൽ പോകേണ്ടി വരും. എന്തായാലും രാഹുൽ ഈശ്വർ SITയുടെ റഡാറിലാണ്. ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ റഡാറിലേക്ക് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റഡാറിലേക്ക് രാഹുൽ ഈശ്വറിന്റെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞു. അവിടെ ശബരിമലയുമായി ബന്ധപ്പെടുത്തിയുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിലായാലും കേസ് കൊടുക്കുന്ന വിഷയങ്ങളിലായാലും എല്ലാ വിഷയങ്ങളിലും എന്താണ് രാഹുൽ ഈശ്വറിന്റെ നിലപാടെന്നും അങ്ങനെ ഒരാളിന് ഒരു ചെറിയ സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയാണ് ശബരിമലയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് കിട്ടിയതെന്നും ആ ഇൻഫ്ലുവൻസ് കിട്ടിയ ആളാണെങ്കിൽ അവിടെ സ്വർണ്ണക്കടത്ത് എങ്ങനെയാണ് നടന്നിട്ട് അറിഞ്ഞില്ലയോ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അയ്യോ ഞാൻ അവിടെ താരുമല്ല, ഞാനത് അറിഞ്ഞില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയാൻ ഒഴിയാൻ കഴിയുന്ന ഒരു ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ ഒരു കഥാപാത്രമല്ല, ഒരു കാൻഡിഡേറ്റ് അല്ല രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന് ഇതെല്ലാം അറിയാം എന്നുള്ളതാണ്. അങ്ങനെ അറിഞ്ഞിട്ട് പുറത്ത് പറയാത്തതാണെങ്കിൽ, മാറ്റിവെച്ചതാണെങ്കിൽ, ഒളിച്ചു വെച്ചതാണെങ്കിലൊക്കെ വളരെ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പല സോഷ്യൽ ഹാൻഡിലുകളിൽ കാണുന്നത്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനും കൂടി ഇതിനകത്ത് രാഹുൽ ഈശ്വറിനെ പിന്നെ വിളിക്കേണ്ടതുണ്ട്, രാഹുൽ ഈശ്വറിനെ കേൾക്കേണ്ടതുണ്ട്, രാഹുൽ ഈശ്വറിന്റെ കയ്യിലുള്ള തെളിവുകൾ എടുക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളെ നമ്മളിപ്പോൾ ജയറാമിനെ സംശയിക്കുന്നു, ആ ജയറാമിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, വീരമണിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു, പിന്നെ മറ്റ് പലരെയും പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം പോകുന്നു. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെടുത്തിയ രാഷ്ട്രീയ നേതൃത്വത്തെ ഒരു വശത്ത് ചോദ്യം ചെയ്യുന്നു, സെലിബ്രിറ്റികളെ ചോദ്യം ചെയ്യുന്നു, ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 2 പേരാണ് അകത്ത്, ദേവസ്വം ബോർഡ് കമ്മീഷണർമാർ അകത്താണ്, അതുപോലെ വിജിലൻസ് കമ്മീഷണറുണ്ട്, ദേവസ്വം ബോർഡ് സെക്രട്ടറി അകത്താവാൻ റെഡിയായി നിൽക്കുന്നു ജയശ്രീ. അതുപോലെ തന്നെ മുരാരി ബാബു അവിടുത്തെ നേരത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു ബിനാമിയെ പിടിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മോഷണം അവിടെ നടന്നിരിക്കുന്നത്. ആ മോഷണം നടത്തിയതിൽ ഈ തന്ത്രിക്കാവട്ടെ, മേൽശാന്തി അടക്കമുള്ള ആളുകൾക്കൊക്കെ ആവട്ടെ, അവരുടെ ഗ്രൂപ്പാകട്ടെ, അതുപോലെ ഇതാകട്ടെ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരാകട്ടെ, അത് പിയോണ് മുതൽ അങ്ങ് മുകളിലോട്ട് കാണും. കാരണം ഇത് ശർക്കരക്കുടത്തിൽ കൈയിട്ടത് പങ്കുവെക്കുന്ന ഒരു രീതിയാണ്. RT ഓഫീസിലും പലയിടത്തും ഒക്കെ പണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. RT ഓഫീസൊക്കെ ഒരുപാട് മെച്ചമായി, ഇപ്പൊ അങ്ങനെ അഴിമതി നടക്കത്തൊന്നുമില്ല. പണ്ട് പക്ഷെ ഒരു പങ്കുവെപ്പ് കാലം ഉണ്ടായിരുന്നു RT ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ. ആ കാലഘട്ടത്തിൽ കിട്ടുന്നത് എല്ലാവരും കൂടി പിയൂണിന് ഇത്ര, അസിസ്റ്റന്റിന് ഇത്ര, ഇങ്ങനെ ഓരോ ലെവലിലുള്ള ഉദ്യോഗസ്ഥർക്ക് പങ്കുവെക്കുന്ന രീതി ഉണ്ടായിരുന്നു. ആ രീതിയൊക്കെ ആണോ ശബരിമലയിൽ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ റോൾ എന്താണ്? അദ്ദേഹം ഏത് ലെവലിലാണ് അവിടെ ഇടപെട്ടുകൊണ്ടിരുന്നത്? എന്തായാലും രാഹുൽ ഈശ്വറിനെ അടിയന്തരമായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ രാഹുൽ ഈശ്വറിനെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളുടെ ചുരുളഴിയുവാൻ അത് സഹായകമാകും.